ട്രാക്ക് മോഡോ അല്ലെങ്കിൽ സ്ട്രീറ്റ് മോഡോ ഇടുമ്പോഴത്തേക്കും വണ്ടിക്ക് ഒരു ചാട്ടം ഉണ്ടാവും. ഫ്രണ്ടിൽ ഒരാൾ സ്കിഡായി വീഴുന്ന ഞാൻ കണ്ടായിരുന്നു. വാർണിങ്സിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും എനിവേ ബി കെയർഫുൾ വെൻ യു റൈഡ് KTM ഓൺ പബ്ലിക് റോഡ്. 2025 നവംബർ 12. ഇപ്പോൾ എല്ലാവരും ഹെൽമെറ്റ് ധരിക്കുന്നുണ്ട്. ഞാൻ ഹെൽമെറ്റ് ധരിക്കാൻ തുടങ്ങിയത് വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് ഒരു 6 മന്ത്സിന് ശേഷമാണ്. ആക്ച്വലി ഞാനൊരു +1 ആയപ്പോഴത്തേക്കും ബൈക്ക് ഓടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അന്നേരം ഒരു വഴിയിലൊരാൾ, എൻ്റെ ഫ്രണ്ടിലൊരാൾ സ്കിഡായി വീഴുന്ന ഞാൻ കണ്ടായിരുന്നു. അന്ന് ഞാൻ ഹെൽമെറ്റ് ധരിക്കാറില്ല. ആഫ്റ്റർ ദാറ്റ് അതിനുശേഷം ഞാൻ അയാളെ ജസ്റ്റ് വീണിട്ട് എണീക്കുന്ന കണ്ടായിരുന്നു. എണീക്കുന്നതിന് കൂട്ടത്തിൽ അയാളുടെ ഫേസിൽ നിന്ന് ഒരു കട്ടിക്ക് സ്കിന്നും ഫ്ലഷും എല്ലാം കൂടെ ഇളകി ഇങ്ങനെ ഹാങ് ചെയ്ത് തൂങ്ങി കിടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോഴത്തേക്കും എനിക്കത് കണ്ടിട്ട് അവിടെ നിൽക്കാൻ പറ്റിയില്ല. ഞാൻ സ്കൂട്ടറിൽ അങ്ങ് പോയി. ബാക്കി ആൾക്കാർ നോക്കണുണ്ടായിരുന്നു. എനിക്കത് കണ്ടു നിൽക്കാനായിട്ടുള്ള ഒരു മനക്കെട്ടിയില്ല. എനിവേ അന്ന് ഞാൻ ചിന്തിച്ചതാണ്, ഹെൽമെറ്റ് ധരിച്ചിരുന്നെങ്കിൽ ആ പുള്ളിക്കാരന് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ലായിരുന്നു. സോ ആഫ്റ്റർ ദാറ്റ് എവിടെ പോയാലും ഞാൻ ഹെൽമെറ്റ് വെക്കും. ഈവൻ വീടിനടുത്തുള്ള ജംഗ്ഷനിൽ പോയാൽ പോലും, ഈവൻ 100 മീറ്റർ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങിയാൽ പോലും ഹെൽമെറ്റ് വെക്കുക എന്നുള്ളത് എൻ്റെ ഒരു ശീലമായിരുന്നു. അത് മാത്രമല്ല, അതിന് സേഫ്റ്റിക്ക് പുറമേ പല ഗുണഗണങ്ങളും ഹെൽമെറ്റ് ധരിക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാലോ, വിൻ ബ്ലാസ്റ്റ് കാരണം അന്നേ വരെ നമ്മുടെ കണ്ണിനകത്തുമൊക്കെ കറുത്ത ഗ്രീസ് അല്ലെങ്കിൽ ഡേർട്ട് ഇങ്ങനെ വന്ന് അടിഞ്ഞ് കണ്ണ് ചൊറിച്ചിൽ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായിരിക്കും. ഇപ്പം നമ്മൾ ഹെൽമെറ്റ് വെച്ച ശേഷം അങ്ങനെ പ്രശ്നമില്ല. നമുക്ക് സ്പീഡിൽ പോകുമ്പോഴത്തേക്കും കണ്ണിൽ കാറ്റടിക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് സ്പീഡിൽ പോവാം. അപ്പോൾ അന്ന് മുതലാണ് ഹെൽമെറ്റ് ഞാൻ കർശനമായിട്ട് ധരിക്കാൻ തുടങ്ങിയത്. പിന്നെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. എൻ്റെ ഫാദർ ഒരു ദിവസം ജംഗ്ഷൻ വരെ പോവുമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ അവിടെ റബ്ബറൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഒരു ദിവസം പുള്ളി ജംഗ്ഷൻ എത്താറായപ്പോഴത്തേക്കും ഒരു റബ്ബർ ചുള്ളി ഒടിഞ്ഞ് ബൈക്കിൻ്റെ ഫ്രണ്ടിൽ, അതായത് വീഴാനായിട്ട് പോയി. അപ്പോൾ പുള്ളി നേരെ പോയി ആ ചുള്ളി ഇടിക്കുന്നതും അതിൻ്റെ കുറച്ചില്ല പുള്ളിയുടെ ഹെഡിൽ വന്ന് ഹിറ്റ് ചെയ്തു. അപ്പോൾ അന്ന് പുള്ളി ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ടായിരുന്നു, ഫുൾ ഫേസ് അല്ല. ഈവൻ ദോ ആ ഒരു ചെറിയ ഹെൽമെറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് പുള്ളിക്കൊന്നും പറ്റിയില്ല. സോ ഇങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെ കാരണം ഞാൻ ഇതിൻ്റെ ഇമ്പോർട്ടൻസ്, ഹെൽമെറ്റ് ധരിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ബൈ എക്സ്പീരിയൻസ് മനസ്സിലാക്കി ഞാൻ ധരിക്കാൻ തുടങ്ങിയതാണ്. അല്ലാണ്ട് ഫൈൻ അടിക്കും എന്ന് ഭയന്നിട്ടല്ല. ബൈക്ക് റെയിൻ മോഡിലാണ് ഇട്ടിരിക്കുന്നത്. ബൈ ദ വേ, നിങ്ങൾക്ക് അറിയാം, ഇത് ആക്ച്വലി 2024 ഡ്യൂക്ക് 390 Gen 3 ആണ്. അപ്പോൾ നമ്മളിപ്പോൾ റോഡൊക്കെ വെറ്റ് സർഫസായിട്ട് ഇരിക്കണമുണ്ട് വണ്ടി ഇപ്പോൾ റെയിൻ മോഡിലിട്ടിരിക്കുകയാണ്. മാത്രമല്ല, ഹെവി ട്രാഫിക് അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഞാൻ റെയിൻ മോഡ് ഇപ്പോൾ യൂസ് ചെയ്യാറുണ്ട്. ബിക്കോസ് ഈ വണ്ടി ഹാൻഡിൽ ചെയ്യാൻ കുറച്ചും കൂടെ ഈസിയാണ്. ത്രോട്ടിൽ റെസ്പോൺസ് അല്പം ഒന്ന് ഡിമിനിഷ് ആവും. അപ്പോൾ നമുക്കിത് ഈസിയായിട്ട് ട്രാഫിക്കിൽ ഹാൻഡിൽ ചെയ്യാം. ഇപ്പോൾ ട്രാക്ക് മോഡോ അല്ലെങ്കിൽ സ്ട്രീറ്റ് മോഡോ ഇടുമ്പോഴത്തേക്കും വണ്ടിക്ക് ഒരു ചാട്ടം ഉണ്ടാവും ട്രാഫിക്കിൽ. സ്ലോ സ്പീഡിൽ റൈഡ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഞാൻ സ്ട്രീറ്റിലും ട്രാക്കിലുമൊക്കെ ഹെവി ട്രാഫിക്കിൽ റൈഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾക്ക് അത്രയ്ക്കും ഒരു മൂഡുള്ളപ്പോൾ, നമ്മളത്രയ്ക്കും ഫ്രഷ് ആയിരിക്കുന്ന ഒരു സമയത്ത് മാത്രമേ ഞാൻ ട്രാക്ക് മോഡ് ഇടാറുള്ളൂ. നമുക്ക് ഈ ഗ്യാപ്പിലൂടെയൊക്കെ പെട്ടെന്ന് ക്വിക്കായിട്ട് വെട്ടിച്ച് കയറി പോകാൻ പറ്റും. ഇപ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി ഇച്ചിരി ടയർഡാണ്. സോ ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമുള്ളൂ റെയിൻ മോഡ്. പറയുന്ന പോലെ എനിക്ക് 2018 മുതൽ 2023 വരെ ഡ്യൂക്ക് 250 ഉപയോഗിച്ചിട്ടുണ്ട്. ഡ്യൂക്ക് 250 BS4 നോൺ ABS വേരിയൻ്റ് ആയിരുന്നു, ഓറഞ്ച് കളർ.
അത് വളരെ കംഫർട്ടബിളായിട്ടുള്ളൊരു ബൈക്കായിരുന്നു. ഒരുപാട് പവർ അങ്ങനെ ഭയങ്കര ഭീകര പവർ ഇല്ലെങ്കിലും അത്യാവശ്യം ഇനിഷ്യലും കാര്യങ്ങളൊക്കെ മറ്റ് 250-200cc ബൈക്കുകൾ കമ്പയർ ചെയ്യുമ്പോൾ എന്നാലും ട്രാഫിക്കിൽ വളരെ കംഫർട്ടബിളായിട്ട് പോകാൻ പറ്റുന്നൊരു ബൈക്കായിരുന്നു. ഡെയിലി യൂസിനും എല്ലാത്തിനും കംഫർട്ടബിളായിരുന്നു. അപ്പോൾ ചില സമയത്ത് ഈ നമ്മുടെ ഈ ഡ്യൂക്ക് 390ക്കുള്ള ഈ ഒരു റോ ജമ്പിങ് അല്ലെങ്കിൽ ഈ റോ ഇനിഷ്യൽ ട്രാഫിക്കിലൊരു ബുദ്ധിമുട്ടായി തോന്നാറുണ്ട്. പക്ഷെ ഇപ്പോൾ റെയിൻ മോഡ് വന്നപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു 250യുടെ ഒരു ഫീല് പണ്ട് കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു 250യുടെ ഒരു ഫീല് കിട്ടാറുണ്ട്. 100% അല്ല, ബട്ട് ആ ഒരു ത്രോട്ടിൽ റെസ്പോൺസ് കുറയുന്ന പോലെ. അന്ന് നമ്മുടെ ഡ്യൂക്ക് 250ക്ക് റൈറ്റ് ബൈ വയർ ടെക്നോളജി ഒന്നുമില്ല. ത്രോട്ടിൽ റെസ്പോൺസ് അത്യാവശ്യം കേബിൾ വഴിയുള്ള ആ ഒരു നോർമൽ ഫീലായിരുന്നു. ആ ഒരു ഫീലിൽ തന്നെ ആയിരിക്കും നമുക്ക് ഈ റെയിൻ മോഡിലിടുമ്പോഴത്തേക്കും ഡ്യൂക്ക് 390ലും കിട്ടുക. ബട്ട് ഇറ്റ് ഈസ് ഇനഫ്. ട്രാഫിക്കിലൊക്കെ അതേപോലെ ഇതുപോലെ ബൈ റോഡ്സിലൂടെയൊക്കെ പോകുമ്പോഴത്തേക്കും ഇത്രയും പവർ നമുക്ക് മതി. നല്ലൊരു ക്ലൈമറ്റ് കണ്ടീഷൻസൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ മിക്കവാറും ട്രാക്ക് മോഡിൽ തന്നെ ഇടും. എന്നിട്ട് ഇതുവഴി ട്രാഫിക്കിലൂടെയൊക്കെ ഓടിക്കും. ഇതൊരു ഫൺ എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ ഒരു വാണിംഗ് കാണിക്കുന്നുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് പോപ്പപ്പ് ചെയ്യാറുണ്ട്. ഞാൻ പക്ഷേ നമ്മുടെ വാണിങ്സിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഒന്നും കാണിക്കുന്നില്ല. പക്ഷേ വാണിംഗ് ലൈറ്റ് കത്തുന്നുണ്ട്. ഇത് 1 വീക്കായിട്ട് ഞാൻ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. സർവീസ് സെൻറ്ററിൽ എപ്പോഴെങ്കിലും കാണിക്കണം എന്ന് വിചാരിക്കുന്നു. പക്ഷേ വർക്ക് ഷെഡ്യൂളും ഓഫീസ് ടൈമിങ്ങും ഒക്കെ കാരണം അതിന് ടൈം കിട്ടുന്നില്ല. ഇത് സർവീസ് സെൻറ്ററിൽ കാണിക്കണം. എല്ലാം ഞാൻ ചെക്ക് ചെയ്തു. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെക്ക് ചെയ്തു. ABS-ഉം അതുപോലെ തന്നെ സർവീസ് ടൈമും മറ്റ് കൂളൻ ടെമ്പറേച്ചർ എല്ലാം ഞാൻ ചെക്ക് ചെയ്തായിരുന്നു. സ്റ്റിൽ ഈ ഒരു വാണിംഗ് സൈൻ കാണിക്കുന്നുണ്ട്. സാധാരണ വാണിംഗ് എന്താണെന്ന് നമ്മുടെ മീറ്ററിൽ സെറ്റിങ്സിൽ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റാറുണ്ട്. ഇപ്പോൾ അതിലൊന്ന് ലിസ്റ്റ് ചെയ്യുന്നില്ല. ഇവേ സർവീസ് സെൻറ്റർ ഗായ്സിന് അത് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. ലെറ്റ്സ് സീ. ബട്ട് KTMൻ്റെ സർവീസ് ട്രിവാൻഡ്രത്ത് ബേസിക്കലി ട്രിവാൻഡ്രത്ത് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. ട്രിവാൻഡ്രത്ത് 2 സർവീസ് സെൻ്റർ ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഒന്ന് കഴക്കൂട്ടത്തും പിന്നെ മെയിനായിട്ട് നമ്മുടെ കരമന സർവീസ് നല്ല സർവീസ് തന്നെയാണ്. എനിക്ക് ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. അവിടുത്തെ സർവീസ് മാനേജർ ഒരു പുള്ളിയുണ്ട്. പുള്ളി വളരെ ഹെൽപ്ഫുള്ളാണ്. പുള്ളി എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ പുള്ളി തന്നെ പറഞ്ഞു തരും നമുക്ക്. വളരെ നല്ല സർവീസ് സെൻ്ററാണ് അവിടെ. പിന്നെ അത് മാത്രമല്ല, ഡ്യൂക്ക് 250 ഉള്ള കാലം മുതൽ തന്നെ ഒരുപാട് എന്തെങ്കിലും പാർട്സ് ചേഞ്ചോ അങ്ങനെ എന്തെങ്കിലും ചെറിയ സെൻസറിൻ്റെ ഡാമേജോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എല്ലാം വാറണ്ടിയിൽ നമ്മൾ പറയാതെ തന്നെ അവർ ക്ലെയിം ചെയ്ത് തരും. എന്നിരുന്നാലും എനിക്ക് ഇതുവരെ മേജർ ഇഷ്യൂസൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ 2 months ബാക്ക് ഇതിനൊരു ഓയിൽ ലീക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നു നമ്മുടെ എൻജിൻ്റെ അടിയിൽ നിന്ന്. അതെന്തോ നമ്മുടെ സ്റ്റാൻഡിൻ്റെ സെൻസറോ അതെന്തോ ഫിറ്റ് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് ഉള്ള മാനുഫാക്ചറിങ് ഡിഫക്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ അത് നമുക്ക് വാറണ്ടിയിൽ തന്നെ അത് അവർ ക്ലെയിം ചെയ്ത് തന്നു. അതിന് ഒത്തിരി സമയം എടുത്തിട്ടില്ലായിരുന്നു. ഒരു 10-15 മിനിറ്റ് കൊണ്ട്
15 മിനിറ്റ് അല്ല, ഒരു 1 ഹവറിനകത്ത് നമുക്ക് ബൈക്ക് കാണിച്ചപ്പോൾ തന്നെ അത് ഫിക്സ് ചെയ്ത് തന്നായിരുന്നു. പുതിയ സെൻസർ നമുക്ക് വെച്ച് തന്നു. God, B6. you. ഓക്കെ, നമുക്കിപ്പോൾ അത്യാവശ്യം ട്രാഫിക്കൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ബൈപ്പാസിലോട്ട് കയറി. അപ്പോൾ ഐ തിങ്ക് നമുക്കിപ്പം ട്രാക്ക് മോഡിലോട്ടിടാം. കുറച്ചും കൂടെ അഗ്രസീവായിട്ട് ഓടിക്കാനല്ല, ഇപ്പോൾ ട്രാഫിക്ക് കുറഞ്ഞു, അതുകൊണ്ട് മാത്രമാണ്. റോഡ് അത്യാവശ്യം വെറ്റാണ്, പക്ഷെ കുഴപ്പമില്ല. നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോളോ ആൽഫ H1 സീരീസ് ടയറാണ്. അപ്പോൾ അത് അത്യാവശ്യം വെറ്റ് ഗ്രിപ്പ് ഉള്ള ടയറാണ്, പേടിക്കേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും നമ്മൾ അത്യാവശ്യം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ. ബിക്കോസ് നമ്മുടെ കയ്യിലിരിക്കുന്നത് ഡ്യൂക്ക് 390 ആണ്. അത് പറയാൻ കാര്യം, ബേസിക്കലി നമ്മുടെ നാട്ടിൽ അറിയാമല്ലോ ഡ്യൂക്കിനുള്ള പേരുദോഷം. അപ്പോൾ
സം റീസൺ ആരെങ്കിലും അശ്രദ്ധ കാരണം ലൈൻ സ്പ്ലിറ്റ് ചെയ്ത് നമ്മളെ വന്ന് മുട്ടോ എന്തെങ്കിലും ചെയ്താൽ തന്നെ അത് നമ്മുടെ പ്രശ്നമായിട്ട് മാറും അത്. സോ ബി വെരി കെയർഫുൾ വെൻ യു റൈഡ് എനി ഡ്യൂക്ക് 160 to Duke 1290 ഇൻ കേരള. അത് നിങ്ങൾക്ക് പേര് ദോഷമുണ്ടാകും. കേരളത്തിൽ മാത്രമല്ല, ഈവൻ ഇൻ ഇന്ത്യ KNTF ഒരു പേർദോഷമുണ്ട്. ഒത്തിരി ആൾക്കാർ കെയർലെസ് ഡ്രൈവിങ് കാരണം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാരണം അല്ലെങ്കിൽ ഈ പവർ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആക്സിഡൻറ്റിൽ മരിച്ചു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്, ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഇല്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. എനിവേ, ബി കെയർഫുൾ വെൻ യു റൈഡ് KTM ഓൺ പബ്ലിക് റോഡ്സ്. No signal, no problem. ഞാനിപ്പോൾ വളരെ അപ്രൈറ്റ് ആയിട്ടിരുന്നാണ് റൈഡ് ചെയ്യുന്നത്. ഹൈവേ ആണെങ്കിലും നമുക്ക് അത്രയ്ക്കൊരു ഫുൾ സ്ട്രെച്ച് ഓപ്പൺ റോഡ് കിട്ടാറില്ല. ഓപ്പൺ റോഡ് കിട്ടുമ്പോഴത്തേക്കും ചില സമയത്ത് കുറച്ചുകൂടെ കമ്മിറ്റഡ് ആയിട്ടിരുന്ന് ഓടിക്കും, നമുക്ക് കുറച്ചുകൂടെ സ്പീഡ് അച്ചീവ് ചെയ്യാൻ പറ്റും. ബട്ട് ഇതിപ്പോൾ റഷ് അവറാണ്, എല്ലാവരും ഓഫീസും സ്കൂളും ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്ന സമയമാണ്. സോ നമ്മളങ്ങനത്തെ ബുദ്ധിമോശമൊന്നും കാണിക്കരുത്. നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ഓടിക്കുക ഇൻ ദീസ് കണ്ടീഷൻസ്. Yeah. Forty 45 seconds സിഗ്നലുണ്ട്. ഇമാർ കിച്ചൺ. ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇമാർ കിച്ചൺ ഇവിടെ നിന്ന് ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെയുണ്ട്, ഇവിടുത്തെ ഫുഡിൻ്റെയൊക്കെ കോസ്റ്റ് എങ്ങനെയാണ്, അതൊന്ന് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് വയ്ക്കുക. വളരെ കെയർഫുൾ ആയിരിക്കണം. ആൾക്കാർ ഇതുപോലുള്ള സ്ഥലത്തൊക്കെ ക്രോസ് ചെയ്യും, ഈവൻ ദോ ഇറ്റ്സ് നോട്ട് എ ക്രോസിംഗ് ഏരിയ. മഴ പെയ്തതിന് ശേഷം നമുക്ക് ചെറിയൊരു ഫോഗ് കാണാനുണ്ട്. നല്ല രസമുള്ളൊരു ക്ലൈമറ്റാണിത്. മഴ പെയ്തതിന് ശേഷം റോഡൊക്കെ ക്ലിയറായി, അത്യാവശ്യം കാറ്റുണ്ടാവും, തണുപ്പുണ്ടാവും. റൈഡ് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
രസമുണ്ട് ഇവിടെ, നല്ല രസമുണ്ട് കാണാൻ ഇവിടെ. ഇപ്പോൾ ഈ ഫോഗും രണ്ട് സൈഡും ആ ഒരു ഗ്രീനും വന്നപ്പോഴത്തേക്കും വെരി നൈസ്. ഓക്കെ, ദ ഹൈവേ എൻഡ്സ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് റൈറ്റിലേക്ക് തിരിയണം. ഇനി നമുക്ക് ഹൈവേ ഇല്ല, ഇനി പൊളിയില്ല. എനിവേ, ഓഫീസിൽ നിന്ന് വീട്ടിലേക്കുള്ള വഴി വൈഫിൻ്റെ വീട്ടിലേക്കുള്ള വഴിയാണ് ആക്ച്വലി. ഹൈവേ നമുക്ക് കിട്ടി, ചെറിയൊരു പൊളി പൊളിച്ചിട്ടുണ്ട്. ഐ ആം സോ ഹാപ്പി. ആക്ച്വലി ഇത് ഓഫീസിൽ നിന്ന് നമ്മുടെ വർക്കൊക്കെ കഴിയുമ്പോൾ ഈ ബൈക്ക് റൈഡ് ചെയ്യുന്നത്, ട്രാഫിക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഏത് റെയിൻ കണ്ടീഷനോ അല്ലെങ്കിൽ ഏത് വെതറോ എന്തായാലും ഇത് ആക്ച്വലി എനിക്കിതൊരു ഫൺ എക്സ്പീരിയൻസ് ആണ്. എസ്പെഷ്യലി ആഫ്റ്റർ വർക്ക് ഓർ ഗോയിങ് ടു വർക്ക്. ഇത് വളരെ ഒരു എൻ്റർടൈനിങ് എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യാറ്. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ഡ്യൂക്ക് 390 ഓടിക്കുന്ന അല്ലെങ്കിൽ ഡ്യൂക്ക് KTMൻ്റെ ആ ഒരു അഗ്രഷൻ, ആ ഒരു ഇനിഷ്യലും ട്രാഫിക്കിൽ നമുക്ക് ഈസി ആയിട്ട് മെനുവർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ആ ഒരു കേപ്പബിലിറ്റി എല്ലാം നമുക്ക് ആ ഒരു എൻ്റർടൈനിങ് ഫീലിങ്ങും ഫൺ എക്സ്പീരിയൻസും ആയിരിക്കും തരിക. ടോട്ടലി എ ഫൺ ബൈക്ക്. അതുകൊണ്ടാണ് ഞാനൊരു KTM ഫാൻ ബോയ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ ഡ്യൂക്ക് 250 മേടിച്ചതിന് ശേഷം വേറൊരു ബ്രാൻഡിലേക്ക് ഞാൻ തിരിഞ്ഞില്ല. GT 650 ഓടിച്ചിട്ടുണ്ടായിരുന്നു, എനിക്കത് വളരെ ഇഷ്ടമായി. ബട്ട് ആ ഒരു ഇനീഷ്യൽ അഗ്രഷനും ഈസി ടു ഹാൻഡിൽ, ഇത് വളരെ ഫ്ലിക്കബിളാണ്. പവർ ടു വെയിറ്റ് റേഷ്യോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കുമ്പോഴത്തേക്കും, പിന്നെ ടെസ്റ്റ് റൈഡ് എടുത്തപ്പോഴത്തേക്കും, ടെസ്റ്റ് റൈഡ് എടുക്കാൻ പറ്റിയില്ല ആക്ച്വലി. ഞാൻ ഡ്യൂക്ക് 390 Gen 2 ഞാൻ ഓടിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും ആ ഒരു എക്സ്പീരിയൻസ് എല്ലാം കൊണ്ട് ഞാൻ ഡ്യൂക്കിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തു. മേ ബി ഇൻ ഫ്യൂച്ചർ ഓൾമോസ്റ്റ് എല്ലാ KTM വേരിയൻസും ഇന്ത്യയിൽ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. എനിവേ, നമ്മുടെ കയ്യിൽ അത്രയ്ക്കും കാശില്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി അന്വേഷിച്ചില്ല. ഒരു KTM 790 or 890 ഏതെങ്കിലും ഫ്യൂച്ചറിൽ എടുക്കാൻ പറ്റുവാണെങ്കിൽ ആ ഒരു പൊസിഷനിലേക്ക് വരുമ്പോഴത്തേക്കും
തീർച്ചയായും ഞാൻ KTM തന്നെ ആയിരിക്കും എടുക്കാൻ ചാൻസ്. നോക്കാം, ടെസ്റ്റ് ഡ്രൈവ് എടുക്കണം. ടെസ്റ്റ് ഡ്രൈവ് എടുത്തിട്ട് നോക്കാം ഏതാണ് ബെറ്റർ എന്ന്. G900, Street Triple, Duke 890, അങ്ങനെ. പിന്നെ ജിക്സർ GXX 8R അങ്ങനൊരു വണ്ടി ഇറങ്ങിയിട്ടുണ്ടല്ലോ. പിന്നെ ISRX 6R. സൂപ്പർ സ്പോർട്സിൽ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. എനിക്ക് കുറച്ച് അപ്രൈറ്റ് ആയിട്ടിരുന്ന് ഓടിക്കാനാണ് താല്പര്യം. ബട്ട് സൂപ്പർ സ്പോർട്സിൻ്റെ ആ ഒരു പവറും ഇനിഷ്യലും ഒക്കെ വേണം. ഓക്കെ ഗായ്സ്, അപ്പോൾ രാത്രിയായി. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന ഗോപ്രോയാണ്. രാത്രിയിൽ ഇത് അത്ര ഫങ്ഷണൽ അല്ല. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ഡു സം കമൻറ്റ്സ്.